യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഓഗസ്റ്റ് മാസം 1-ാം തീയതി വെള്ളിയാഴ്ചയാണിന്ന്. സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ എല്ലാവരെയും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും ഈ നല്ല അനുഗ്രഹീത മാസത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി ദൈവാനുഗ്രഹങ്ങളുള്ള, സ്വീകരിക്കാൻ കഴിയുന്ന നല്ലൊരു മാസമായിരിക്കട്ടെ ഇത്. ഇന്ന് വെള്ളിയാഴ്ചയായതിനാൽ ധാരാളം ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നൊരു ദിവസം കൂടിയാണിവിടെ. വളരെ നേരത്തെ തന്നെ ശുശ്രൂഷകൾ ആരംഭിച്ചു. അനേകം ആളുകൾ പ്രതീക്ഷയോടെ വചനം കേൾക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒക്കെയായി ഈ മണ്ണിലുണ്ട്, ഈ ആലയത്തിലുണ്ട്, ഈ ദൈവ സാന്നിധ്യത്തിലുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ പുതിയ മാസം ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും, എല്ലാ മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥനയോടെ ഒരു നല്ല മാസം ആശംസിക്കുവാണ്. ഇന്നു മുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർ, അതിനുള്ള സാമ്പത്തികം ക്രമീകരിക്കാൻ ബുദ്ധിമുട്ടുന്നവർ, ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു നല്ല വീടില്ല, സാമ്പത്തികമില്ല, ജോലിയില്ല, പല കാര്യങ്ങളും ഇതിനോട് ചുറ്റിപ്പറ്റിയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുവാണ്. കർത്താവ്, ഈ ഒരു മാസം ഒരു ഇൻറ്റൻഷൻ അതാണ്, ഒരു നിയോഗം അതാണ്. വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന അവരുടെ മാതാപിതാക്കളാകാം, ബന്ധുമിത്രാദികളാകാം, പ്രിയപ്പെട്ടവരാകാം, സുഹൃത്ത് വലയത്തിലുള്ളവരാകാം. നിങ്ങളും ആഗ്രഹിക്കുന്ന കാണും, അവരുടെ വിവാഹം നടന്നിരുന്നെങ്കിൽ, ഭംഗിയായി നടന്നിരുന്നെങ്കിൽ. ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. അവരോടും ഈ ശുശ്രൂഷയെപ്പറ്റി പറയുക, പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുക. ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം നമ്മളെല്ലാ പ്രിയപ്പെട്ടവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂചിപ്പിച്ചിരുന്നല്ലോ, വാഹനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വാഹനം ഓടിക്കുന്നവർ, സ്വന്തമായുള്ള വാഹനം, ചെറിയ വാഹനമാകാം, വലിയ വാഹനമാകാം, ഒന്നിൽ കൂടുതൽ വാഹനമുള്ളവർ, വാഹനത്തിൻ്റെ മേൽ ഒരു ദൈവീക സംരക്ഷണം നമുക്ക് വേണം. അപകടങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഒക്കെ സംരക്ഷണം വേണം. ഒത്തിരി വാഹന അപകടങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലും കാലത്തിലുമൊക്കെയാണ് ജീവിക്കുന്നത്. നമ്മുടെ വാഹനത്തെയൊക്കെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. ചെറിയ വാഹനമാകാം, ചിലപ്പോൾ ഒരു ഓട്ടോറിക്ഷയാകാം, ചിലപ്പോൾ അത് കരയിലൂടെയോ കടലിലൂടെയോ ഓടുന്ന വാഹനമാകാം, കടലിലൂടെ ഓടിക്കുന്ന വള്ളം, ബോട്ട് എന്നിവയൊക്കെ ഉണ്ട്. എനിക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വരുമാന മാർഗമാണതെല്ലാം. ദൈവമേ, ഞങ്ങൾ കുടുംബമായി സഞ്ചരിക്കുന്ന ഞങ്ങളുടെ വാഹനത്തെ, ഞങ്ങളുടെ വരുമാന മാർഗമായ ഈ വാഹനത്തെ, ഈ കാറിനെ, ഈ ബൈക്ക്, ഈ ജീപ്പ്, ഈ ലോറി, ഈ ബസ് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ കയറുന്നവർ, ഓടിക്കുന്നവർ, സഞ്ചരിക്കുന്നവർ, ആ വാഹനത്തെ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന വചനത്തോട് ചേർത്ത് വയ്ക്കുന്നു. ആ വാഹനത്തിൻ്റെ മേലെല്ലാം ദൈവീകമായൊരു സംരക്ഷണമുണ്ടാകട്ടെ. ഒരു വാഹനം പോലും ഇല്ലാത്തവരുണ്ട്, ഒരു വാഹനം കൊതിക്കുന്നവരുണ്ട്, മേടിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. നല്ല വാഹനം മേടിക്കാൻ, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ ഒക്കെ ഭാഗ്യം നിനക്കുണ്ടാകട്ടെ. ആ കൂട്ടത്തിൽ ഈ ആഗ്രഹം കൂടി പ്രാർത്ഥിക്കുക. ഒന്നിലധികം വാഹനങ്ങളുള്ളവർ പ്രാർത്ഥിക്കുക. അടുത്ത ഒരു വാഹനം പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ദൈവമേ, അവർക്കൊരു വാഹനം മേടിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. വാഹനം മേടിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. ഒരു വഴി തുറക്കട്ടെ. അതിൻ്റെ സാമ്പത്തികവും സാഹചര്യവും ഉണ്ടായി വരട്ടെ. നമുക്ക് പ്രതീക്ഷയോടെ ആയിരുന്ന ഈ വചനത്തിലൂടെ കേട്ട് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-19. സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. ഒന്നും കൂടെ ഞാനത് വായിക്കാം. 18-ാമത്തെ വാക്യം. സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. കാരണം അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. അടുത്ത ഭാഗം 19. അവൻ അബ്രഹാമിനെ
ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ആ വാക്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ ശുശ്രൂഷകളെ ഒന്ന് ചേർത്ത് വയ്ക്കുവാണ്. ആ സാലേം രാജാവായ മെൽക്കിസദേക്ക്, പുരോഹിതനായ ആ വ്യക്തി അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്നല്ല, അബ്രഹാമിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം അനുഗ്രഹിച്ചു എന്ന വാക്കിനും അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എന്നതിനും പ്രത്യേകതയുണ്ട്. നമ്മൾ പറയില്ലേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിച്ചുകൊണ്ട് പറയണം, അനുഗ്രഹിച്ചുകൊണ്ട് പറയണം. ആ ദൈവം നിന്നെ അനുഗ്രഹിച്ചോളും എന്നല്ല. അത്രയും മാത്രമല്ല, ദൈവം നിന്നെ സാമ്പത്തികമായി അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിച്ചുകൊണ്ടത് പറയണം. അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിൻ്റെ മേൽ ഉണ്ടാകട്ടെ. നിൻ്റെ മേൽ അനുഗ്രഹിച്ചു എന്നാൽ പൊക്കോ എന്നല്ല, അനുഗ്രഹിച്ചുകൊണ്ട് പറയണം. നിങ്ങളുടെ വീടിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പോരാ, അനുഗ്രഹിച്ചുകൊണ്ട് പറയണം. ഇന്ന ഇന്ന രീതിയിൽ പറഞ്ഞു പ്രാർത്ഥിക്കണം, പറഞ്ഞ് അനുഗ്രഹിക്കണം. സാമ്പത്തികമായി ദൈവമേ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസമേ പഠന മേഖല എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ദൈവമേ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചുകൊണ്ട് പറയണം. ഞങ്ങളും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആളുകളെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പറയും. ചുമ്മാ കൈവച്ച് പ്രാർത്ഥിച്ച് പോവല്ല, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കാരണം ബൈബിൾ പറയുന്നു, നീ അനുഗ്രഹിച്ചതിനെ ഞാനും അനുഗ്രഹിക്കുന്നു. നമ്മൾ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച വിഷയത്തെ ദൈവവും അനുഗ്രഹിക്കും. അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. ആ വാക്ക് ഞാനിങ്ങനെ പല പ്രാവശ്യം ഇന്ന് ചിന്തിച്ചു. അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ പോരെ? ദൈവത്തിൻ്റെ പുരോഹിതൻ മെൽക്കിസദേക്ക് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. നമ്മൾ നമ്മുടെ വീടിനെയൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടേ. വീടിരിക്കുന്ന സ്ഥലം, വീട്ടിലുള്ള ഓരോ പ്രിയപ്പെട്ടവരുടെയും പേരുകൾ പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ച് നമ്മൾ വയ്ക്കുന്ന ഒരു ഇൻറ്റൻഷനാണ്, വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ലാത്തവർ, വിവാഹം വേണ്ടെന്ന് പറയുന്നവർ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളും ഒക്കെയുള്ളവരുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ എന്തിനെങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് തോന്നും. ചിലപ്പോൾ ഇത് കേൾക്കുന്നവരുടെ മാതാപിതാക്കളാകും. നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നടക്കട്ടെ. നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കാൻ പല വിഷയങ്ങളും, പല കാരണങ്ങളും, പല ദുരനുഭവങ്ങളും, പല ഉള്ളിലെ വേദനകളും കാണും, മനസ്സിലാക്കുന്നു. എങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന എല്ലാവരും, എല്ലാ ശുശ്രൂഷകരും ഈ ആലയത്തിലെ ഓരോ നിയോഗങ്ങളെ നോക്കി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കുക. ഈ ആലയത്തിൽ ഇന്ന് വരെ വന്നിട്ടുള്ളവരെ പറഞ്ഞനുഗ്രഹിക്കുക. പ്രിയപ്പെട്ട മാതാവോ പിതാവോ ഒക്കെയാണോ ഇത് കേൾക്കുന്നത്? യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾ ആരുടെയൊക്കെ ജീവിതങ്ങളാണോ അനുഗ്രഹിക്കപ്പെടേണ്ടത് അവയെ പറഞ്ഞനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ഒത്തിരി നാളിത് ബൈബിൾ വായിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, ഓരോ വചനങ്ങൾ ഒരുങ്ങാനും പറയാനും. പക്ഷേ ഈ പ്രാവശ്യം വായിച്ചപ്പോഴേ ഈ വാക്യം എൻ്റെ മനസ്സിൽ വല്ലാതെ ചിന്തിപ്പിച്ചു. അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ പോരെ, അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾക്കറിയില്ലായിരുന്നു, അതൊക്കെ മതിയെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പോരാ, അനുഗ്രഹിച്ചുകൊണ്ട് പറയണം, അനുഗ്രഹിച്ചുകൊണ്ട് പറയണം. നമുക്കിന്ന് ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഇതൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ഈ വചനത്തിൽ മെൽക്കിസദേക്ക് എന്ന പുരോഹിതൻ പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ പോലെ നമുക്കൊന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പറയാം. കർത്താവേ, ഞങ്ങളുടെ വീടിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ എല്ലാ കുടുംബങ്ങളും ഇത് അയച്ചു കൊടുക്കുന്നവർ, ഷെയർ ചെയ്തവർ, സ്റ്റാറ്റസ് ഇടുന്നവർ, ഇത് കേൾക്കണമെന്ന് പറയുന്നവർ, ഈ വചനം എഴുതിയെടുക്കുന്നവരെ, കുഞ്ഞുങ്ങൾ, യുവതിവാക്കൾ, മാതാപിതാക്കൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ മേൽ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറയുന്നു. സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടട്ടെ, ആത്മീയമായി അനുഗ്രഹിക്കപ്പെടട്ടെ, ശുശ്രൂഷകളിൽ അനുഗ്രഹീയമാകട്ടെ. ഈ ആലയത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു. ഇവിടെയുള്ള കൗൺസിലിംഗ് ശുശ്രൂഷകളെ, ഇവിടെയുള്ള കൽക്കുരിശിനെ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയെ, മുട്ടിലിഴഞ്ഞുള്ള പ്രാർത്ഥിക്കുന്ന നിയോഗം വയ്ക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധ തരങ്ങളിൽ തകർന്നവരും തളർന്നവരും എന്നെ കേൾക്കുന്നവരുണ്ട്, പരാജയപ്പെട്ടവർ. നമുക്കൊന്നും അർഹതയില്ല, യോഗ്യതയില്ല, സത്യമാ. എന്നാലും നമ്മളോട് കരുണ കാണിക്കുന്ന നല്ല ദൈവത്തെ മറന്നുകൂടാ. നമുക്ക് അർഹതയില്ല, യോഗ്യതയില്ല ദൈവസന്നിധിയിൽ ഇതുപോലൊക്കെ നിൽക്കാൻ. പക്ഷെ നമ്മളെ അർഹരാക്കുന്ന, അർഹതയില്ലാഞ്ഞിട്ട് നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. യോഗ്യതയില്ലാതിരുന്നിട്ട് നമ്മളെ യോഗ്യതയോടെ കാണുന്ന, എന്നോട് നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന, സ്നേഹം പ്രകടിപ്പിക്കുന്ന നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രാർത്ഥിച്ചേ, കർത്താവേ, ഈ ഓഗസ്റ്റ് മാസം മുഴുവൻ മുടങ്ങാതെ 5:30 വചനം കേൾക്കാൻ, ഇന്ത്യൻ സമയം 5:30 വചനം കേൾക്കാൻ എന്നെ സഹായിക്കണമേ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, എനിക്ക് സമയമുണ്ട്, സാഹചര്യമുണ്ട്, പക്ഷെ എന്നാലും ചിന്തിക്കും, എപ്പോഴേലും കേട്ടാൽ മതിയല്ലോ എന്ന്. പോരാ, ജീവിതത്തിൻ്റെ ആദ്യ സമയം വചനം കേൾക്കണം, ഒരു പ്രാർത്ഥന കിട്ടണം, ഒരനുഗ്രഹത്തോടെ തുടങ്ങണം. അതിനൊരു പ്രത്യേകതയുണ്ട്. ഒരു ട്രെയിനിൻ്റെ മുമ്പിൽ എൻജിൻ കമ്പാർട്ട്മെൻ്റാണ്. ആ എൻജിനാണ് മറ്റെല്ലാ കമ്പാർട്ട്മെൻറ്റിനെയും വലിച്ചു കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത്. നമ്മുടെ എല്ലാ ജീവിതത്തിലുണ്ടല്ലോ ഒരു എൻജിൻ കമ്പാർട്ട്മെൻറ്റ് പോലെ ഏറ്റവും മുമ്പിൽ ഒരു പ്രാർത്ഥന വേണം, ഒരു ആശീർവാദം വേണം, ഒരു വചനം വേണം. അതിൽ കണക്റ്റ് ചെയ്യണം നമ്മുടെ ജീവിതവും. അങ്ങനെയുള്ള ജീവിതങ്ങളാ തകർന്നു പോകാതെ, തെറ്റിപ്പോകാതെ, വഴി മാറിപ്പോകാതെ അത് പാളത്തിലൂടെ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്താനിടയാവും. പ്രാർത്ഥിച്ച പ്രാർത്ഥന ലക്ഷ്യസ്ഥാനത്തെത്തുമെങ്കിൽ പ്രാർത്ഥിച്ച നിയോഗങ്ങളും ലക്ഷ്യസ്ഥാനത്തെത്തും, പ്രാർത്ഥിച്ച ആവശ്യങ്ങളും ലക്ഷ്യസ്ഥാനത്തെത്തും, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ഒന്നും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ഇന്ന് വെള്ളിയാഴ്ച ഒത്തിരി അനുഗ്രഹത്തിൻ്റെ, ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ. കർത്താവെ, ഈ ആലയത്തെ ആത്മീയമായി പ്രാർത്ഥന കൊണ്ട് സഹായിക്കുന്നവർ, സാമ്പത്തികമായി സഹായിച്ചവർ, നല്ല വാക്കുകൾ കൊണ്ട് സഹായിച്ചവർ, ഈ ശുശ്രൂഷയെ ഏറ്റെടുത്തവർ, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, സകലരെയും അബ്രാമിനെ മെൽക്കിസദെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ ഞാനും ഇവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിച്ചുകൊണ്ട് അവരെ സമർപ്പിക്കുന്നു. മെൽക്കിസദേക്ക് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങൾ കുടുംബമായി അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിയോഗത്തിൻ്റെ മേൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ മാസം പ്രത്യേകം സമർപ്പിക്കുന്ന ആ നിയോഗത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഈ ആലയത്തിലെ എല്ലാ നിയോഗങ്ങളുടെ മേലും അങ്ങയുടെ ആശീർവാദം ഉണ്ടാകട്ടെ, അത്ഭുതമുണ്ടാകട്ടെ. എല്ലാ വാഹനങ്ങളെയും ഈ ആശീർവാദ സമയത്ത് ആ വാഹനം സ്വന്തമായിട്ടുള്ളവർ ആ വാഹനത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹനവുമായി ബന്ധപ്പെട്ടൊരു കേസ് ഇടപാടുകൾ നിൽക്കുന്നവരുണ്ട്, അപകടത്തിൽപ്പെട്ട വാഹനത്തെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ വാഹനത്തിൻ്റെ മേലും ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ആപത്ത് അപകടങ്ങൾ മാറിപ്പോകണം. ഞങ്ങളുടെ വാഹനങ്ങളെ സൂക്ഷിക്കണമേ, അങ്ങയുടെ ദൂതന്മാരുടെ കാവലേർപ്പെടുത്തണമേ. പുതിയ വാഹനങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ വാഹനങ്ങൾ ഞങ്ങൾക്കൊരു അനുഗ്രഹമാകണമേ. സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ കഴിയത്തക്ക വിധ ആ വാഹനത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളായ വാഹനങ്ങളുണ്ട്, ബസ്, കാറ്, ജീപ്പ് ഒക്കെ വരുമാന മാർഗമാണ്. ടാക്സി ഓടുന്ന വാഹനങ്ങൾ ദൈവമേ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ. അത് ഓടിക്കുന്നവർ കൈകാര്യം ചെയ്യുക, ശ്രദ്ധയോടെ ഓടിക്കാൻ, കരുതലോടെ ഓടിക്കാൻ, അനുഗ്രഹത്തോടെ ആയിരിക്കാൻ ഇടവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വാഹനങ്ങളെയും ഇന്ന് കേട്ട വചനത്തിലൂടെ അനുഗ്രഹിച്ച് ഒപ്പം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലെല്ലാം ഉണ്ടാകട്ടെ, യാത്രകളിൽ ഉണ്ടാകട്ടെ, തീരുമാനങ്ങളിൽ ഉണ്ടാകട്ടെ.
ഇടപാടുകളിലുണ്ടാകട്ടെ, ബന്ധങ്ങളിലുണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മോപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും സമാധാനവും ഞങ്ങൾക്ക് തരണമേ. ഉയർച്ചയും പുതിയ വഴികൾ തുറന്ന് പുതിയ തുടക്കവും ഞങ്ങൾക്ക് തരണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ മാസത്തിന് 1-ാം തീയതി തന്നെ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു മാസമായിരിക്കട്ടെ. നല്ല ചില തുടക്കങ്ങളുണ്ടാകട്ടെ. നല്ല അനുഗ്രഹമുള്ള തീരുമാനങ്ങളുണ്ടാകട്ടെ. ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ. പുതിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. അനേകർ ഈ മാസം വചനം കേൾക്കാൻ ഇടയാകട്ടെ. അനേകർ ഈ മാസം കേൾക്കുന്ന വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം, സർവാധിപനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.